ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അലീനെ അടുക്കളയിലേക്ക് പോകുന്നത് കാണുന്ന വൈജ പറയുന്നു, നിക്കടി അവിടെ. ഇത് കേട്ട് അലീന തിരികെ നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന് വിരൽ ചൂണ്ടി വൈജ പറയുകയാണ്, മനു അല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതോ, ഞാനാ. മനസ്സിലായി എന്ന് അലീന പറയുമ്പോൾ വൈജ ചോദിക്കാണ്, വേലക്കാരിയായിട്ട് വന്ന നീ വീട്ടുകാരിയാകാൻ നോക്കുന്നോടി കള്ളി. അലീന പറയുന്നു, എനിക്ക് മാഡത്തിന്റെ വീട്ടുകാരിയാകണ്ട, വേലക്കാരിയാകണ്ട. വൈജ പറയുന്നു, ഇന്നിപ്പം നേരം രാത്രിയാകാൻ പോകുന്നത് കൊണ്ട് ഞാൻ ഇറക്കി വിടുന്നില്ല. നാളെ നേരം വെളുത്താൽ നിന്റെ പൊടി പോലും ഇവിടെ കാണരുത്. ആഹാ, വൈജയന്തിയോടാണോ നിന്റെ കളി? ഇതും ഇതിന്റെ അങ്ങേയറ്റവും കണ്ടിട്ടുള്ളവളാണ് ഞാൻ. അതറിയാമെന്ന് അലീന പറയുമ്പോൾ വൈജ ചോദിക്കുകയാണ്, നിനക്ക് എന്തറിയാമടി? പറ കേൾക്കട്ടെ, നിനക്ക് എന്തറിയാം? അലീന പറയുന്നു, എല്ലാം. എന്തെല്ലാമെന്ന് വൈജ ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്, സകലതും, എല്ലാം. ഇത് കേട്ടിട്ട് സംശയത്തോടു കൂടി ഒന്ന് ആലോചിച്ച് വൈജ പറയുന്നു, അറിയാവുന്നതൊക്കെ നീ നിന്റെ മനസ്സിൽ വെച്ചാ മതി, എന്റെ അടുത്ത് എടുക്കണ്ട. പല വേലക്കാരികളെയും കണ്ടിട്ടുള്ളവളാ ഈ വൈജയന്തി. എന്റെ കുടുംബത്തിൽ കയറി എന്റെ ഭർത്താവിനെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ യുദ്ധം ചെയ്ത് എന്റെ കുടുംബം തകർക്കാൻ നോക്കുന്നു. അലീന പറയുന്നു, ഞാനല്ല യുദ്ധം ചെയ്യുന്നത് മാഡം, എന്നോടല്ല, സ്വന്തം നിഴലിനോടാ. വൈജ പറയുന്നു, നാളെ സൂര്യൻ ഉദിച്ച ശേഷം ഈ വീട്ടിൽ നിന്റെ മുഖം കാണരുത്. നിനക്ക് തരാനുള്ളതും അതിന്റെ 10 ഇരട്ടിയും ബാലചന്ദ്രൻ നിന്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് കൂടുതൽ കണക്കൊന്നും പറയാൻ നിൽക്കണ്ട, കിട്ടിയതും കൊണ്ട് പൊയ്ക്കോണം. അലീന പറയുന്നു, കണക്ക് പറഞ്ഞാൽ എന്റെ കടം തീർക്കാൻ മാഡത്തിന് ഈ ജന്മം പോരാ. അതുകൊണ്ട് ആ പൈസ ഞാനങ്ങ് തിരിച്ചു തന്നേക്കാം, തന്നിട്ടേ പോകുന്നുള്ളൂ മാഡം. വൈജ പറയുന്നു, വേണ്ട, നീ എടുത്തോ. ആ പൈസ ഇനി ഇവിടെ വേണ്ട. കുടുംബം കലക്കിയതിന്റെ പാരിതോഷികമായിട്ട് ഇരുന്നോട്ടെ. അലീന പറയുന്നു, ഞാനല്ല നിങ്ങളുടെ കുടുംബം കലക്കിയത്. നിങ്ങളുടെ കുടുംബം പണ്ടേ കലങ്ങി കിടക്കുക, അത് ഇനിയും കലങ്ങും. കാരണം എന്താണെന്നറിയോ? അങ്ങനെ അലീന വൈജയുടെ നേരെ വിരൽ ചൂണ്ടി പറയുന്നു, നിങ്ങൾക്ക് നീര് നിറയുമില്ല. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി വൈജ പറയുകയാണ്, നിർത്തടി, നീ എന്നോട് കുറയ്ക്കുന്നോ? വായടക്കടി. അലീന പറയുന്നു, എന്റെ വായടപ്പിക്കാൻ നോക്കണ്ട മാഡം, സ്വന്തം വായടച്ചു വെച്ചാ മതി. പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയാം. നിങ്ങൾക്ക് ഞാൻ ചെറുപ്പമായത് കുറ്റം, നിങ്ങളുടെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് ജോലിക്ക് എടുത്തത് കുറ്റം, മനുവേട്ടൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് കുറ്റം, നിങ്ങളുടെ അമ്മയെ ഞാൻ കെയർ ചെയ്ത് സുഖപ്പെടുത്തുന്നതും കുറ്റം, നിങ്ങളുടെ മകൻ സ്വന്തം അച്ഛന്റെ വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചിട്ട് ഞാൻ അത് ഏൽക്കാതിരുന്നത് കുറ്റം, നിങ്ങളുടെ ആങ്ങളയുടെ മകൻ ഒരു രാത്രിക്ക് വേണ്ടി എന്നോട് കെഞ്ചിക്കൊണ്ടിരുന്നത് എന്റെ കുറ്റം, അവനും നിങ്ങളുടെ മകനും കൂടി എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചത് എന്റെ കുറ്റം, നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി മദ്യപിച്ച് ഹാർട്ട് അറ്റാക്ക് വന്നതും എന്റെ കുറ്റം, അദ്ദേഹത്തിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷപ്പെടുത്തിയത് എന്റെ കുറ്റം. ഞാൻ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല, നിങ്ങൾ പറയിപ്പിച്ചതാ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, നിങ്ങൾ നന്നാകാതെ ഈ കുടുംബം നന്നാകത്തില്ല മാഡം. അങ്ങനെ അലീന അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന അലീന ചോദിക്കുന്നു, മുത്തശ്ശി ആ ഫോൺ ഒന്ന് തരുമോ, രേവതിക്കുട്ടിയെ വിളിക്കാനാ. മുത്തശ്ശി ഫോൺ എടുത്ത് അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. രേവതിക്കുട്ടിയെ വിളിച്ച് അലീന ചോദിക്കുന്നു, നീ കിടന്നായിരുന്നോ? രേവതിക്കുട്ടി പറയുന്നു, ഇല്ല ചേച്ചി, ഞാൻ ബ്രഷ് ചെയ്യാൻ പോവുകയായിരുന്നു. എന്നാ ബ്രഷ് ചെയ്തിട്ട് വന്ന് അലീന പറയുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, ചേച്ചി പറഞ്ഞോ, ഇനിയും ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അലീന പറയുന്നു, അവിടെ എന്തുണ്ട് വിശേഷം എന്നറിയാൻ വിളിച്ചതാ. രേവതിക്കുട്ടി പറയുന്നു, ഇവിടെ എന്ത്, ഇവിടെ ഒന്നുമില്ല ചേച്ചി, ഇന്ന് ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി. അലീന ചോദിക്കുന്നു, ഞാൻ വരുമ്പോഴേക്കും എല്ലാ സിനിമയും കണ്ട് തീർക്കുവോടി? രേവതിക്കുട്ടി പറയുന്നു, ഇല്ല, ചേച്ചിക്ക് വേണ്ടി 3 സിനിമ മാറ്റി വെച്ചിട്ടുണ്ട്, പക്ഷേ ചേച്ചി കാല് മാറരുത്, ഈ ആഴ്ച തന്നെ വരണം. അലീന പറയുന്നു, അത് നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. എന്ത് പറ്റിയെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്, ബാലചന്ദ്രൻ സാറ് എന്നെ ഇവിടുന്ന് വിടത്തില്ല. രേവതിക്കുട്ടി പറയുന്നു, ചേച്ചി പോകാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് പറയണം. സാറ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലേ? അലീന പറയുന്നു, വന്നു, പക്ഷേ അപ്പോഴേക്കും ആകെ പ്രശ്നമായി. രേവതിക്കുട്ടി ചോദിക്കുന്നു, എന്തുവാ അവിടെ എപ്പോഴും പ്രശ്നം മാത്രമേ ഉള്ളൂ? അലീന പറയുകയാണ്, ബാലചന്ദ്രൻ സാറ് ഉറപ്പിച്ചു പറഞ്ഞു എന്നോട് ഇവിടുന്ന് പോകരുതെന്ന്, സാറിന്റെ കൂടെ നിൽക്കണമെന്ന്. രേവതിക്കുട്ടി ചോദിക്കുന്നു, എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അലീന പറയുന്നു, സാർ ഒറ്റയ്ക്ക് നിന്ന് എല്ലാവരോടും ഫൈറ്റ് ചെയ്യുക. രേവതിക്കുട്ടി ചോദിക്കുന്നു, മറ്റേ കാര്യമൊന്നും അറിയത്തില്ലല്ലോ? അലീന പറയുന്നു, ഇല്ല, പക്ഷേ മേഡവുമായിട്ട് ഭയങ്കര പിണക്കമാ, രണ്ടുപേരും യുദ്ധത്തിനിറങ്ങിയിരിക്കുക പരസ്യമായിട്ട്, മക്കളെ നോക്കുന്നില്ല, ബന്ധുക്കളെ നോക്കുന്നില്ല. രേവതിക്കുട്ടി പറയുന്നു, ചേച്ചി എത്രയും പെട്ടെന്ന് എസ്കേപ്പ് അയക്കൂ. അപ്പോൾ അലീന പറയുകയാണ്, അങ്ങനെ ഇട്ടിട്ട് പോരാൻ പറ്റത്തില്ല മോളെ, സാറ് ഹാർട്ട് പേഷ്യന്റ് അല്ലേ, സാറിനെ ഉപേക്ഷിക്കാൻ വയ്യ, മേഡവുമായിട്ട് തല്ല് പിടിക്കാനും വയ്യ. രേവതിക്കുട്ടി പറയുന്നു, കുറച്ച് നേരത്തെ പോന്നാ മതിയായിരുന്നു. അലീന പറയുന്നു, എന്നെ എന്തായാലും മേഡം എടുത്ത് പുറത്ത് കളയും, കൂടി വന്നാൽ ഒരാഴ്ച. രേവതിക്കുട്ടി പറയുന്നു, ചേച്ചി മനുവേട്ടനോട് ചോദിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. അലീന പറയുന്നു, മനുവേട്ടൻ പറയുന്നത് ഞാൻ പോകരുതെന്നാ. രേവതിക്കുട്ടി പറയുന്നു, ചേച്ചി അനുഭവിക്കുന്ന വിഷമം അവിടെ ആർക്കും അറിയത്തില്ലല്ലോ, ചെകുത്താനും കടലിനും നടുക്കായി പോയില്ലേ ചേച്ചി? ആരാ ചെകുത്താനെന്ന് അലീന ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുകയാണ്, ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കി വെച്ചതാരാ? അവരല്ലേ, വൈജയന്തി, അവരോട് ഇംഗ്ലീഷ് ചോദിക്ക്, വൈജയന്തി ഇങ്ങനെയെന്ന്. അലീന പറയുന്നു, പോടി, എനിക്ക് ഉടനെ വരാൻ പറ്റുന്ന സാഹചര്യമല്ല, അപ്പൊ അത് പറയാൻ വേണ്ടി വിളിച്ചതാ, എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ ഞാൻ വിളിച്ചു പറയാം കേട്ടോ. അങ്ങനെ അലീന ഫോൺ കട്ട് ചെയ്ത് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു, നീ എന്തിനാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വല്ലവരോടും പറയുന്നത്? അലീന പറയുന്നു, വല്ലവരുമാണോ, എന്റെ അനിയത്തിയല്ലേ? മുത്തശ്ശി പറയുന്നു, അനിയത്തി, രക്തബന്ധമൊന്നും അല്ലല്ലോ. അലീന പറയുന്നു, രക്തബന്ധം ഉള്ളവര് കാട്ടിക്കൂട്ടുന്നതൊക്കെ ഞാൻ കണ്ടല്ലോ, അതിനേക്കാളും ഭേദമാ ഞാനും രേവതിക്കുട്ടിയും. മുത്തശ്ശി പറയുന്നു, വൈജ പറയുന്നത് ഒരു കണക്കിന് ശരിയാ, നീ ഈ കുടുംബത്തോട് കയറുന്നത് വരെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അലീന ചോദിക്കുന്നു, കഴക്കൂട്ടത്തൊന്നും ഞാൻ കുറെ കുഴപ്പങ്ങൾ
സാധനങ്ങൾ വാരിക്കെട്ടി ഇവിടെ കൊണ്ടുവന്ന് വാരി വിതറിയോ? ഇല്ലല്ലോ. അതുമാത്രമല്ല, ഞാൻ ഇടിച്ചു കയറി വന്നതാണോ ഇങ്ങോട്ട്? അല്ല, മുത്തശ്ശൻ കഴക്കൂട്ടത്ത് വന്ന ഞാൻ ആരാണെന്നും എങ്ങനെയുള്ളവളാണെന്നും ശരിക്കും മനസ്സിലാക്കി തിരഞ്ഞെടുത്തതാണെന്നെ. ഞാൻ ഇവിടെ വന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? ഇല്ലല്ലോ. മുത്തശ്ശി പറയുന്നു, ഞാൻ നിന്നെ കുറ്റം പറഞ്ഞതല്ല, നീ അങ്ങനെ വിചാരിക്കല്ലേ. അലീന പറയുന്നു, ഞാൻ എപ്പോഴേ പോകാൻ തയ്യാറാണ് മുത്തശ്ശി. മുത്തശ്ശി ചോദിക്കുന്നു, ഈ പാതി വഴിക്ക് കൊണ്ടിട്ടിട്ട് പോകാൻ കൊള്ളാമോ നിനക്ക്? അലീന പറയുന്നു, പലതും സഹിച്ച ഞാൻ ഇവിടെ നിൽക്കുന്നത്, എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം നോക്കും. പിന്നെ അങ്ങനെ അലീന ലൈറ്റ് ഓഫ് ചെയ്ത് പ്രാർത്ഥിച്ച് ഉറങ്ങാനായി കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെടുമ്പുരക്കിലേക്ക് വരികയാണ് ഗംഗാധരനും മാലതിയും. അവരുടെ അരികിലേക്ക് വന്ന കൃഷ്ണ പറയുന്നു, ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗംഗാധരൻ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ കൃഷ്ണ പറയുകയാണ്, ആന്റി ഗുഡ് മോർണിംഗ്. മാലതി പറയുകയാണ്, ഗുഡ് മോർണിംഗ്. ഇവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങള്? കൃഷ്ണ പറയുന്നു, ഹൈ ടെൻഷൻ. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുകയാണ്, ആരാണ് ഹൈ ടെൻഷനില്? അപ്പോൾ കൃഷ്ണ പറയുകയാണ്, എല്ലാവരും. അങ്കിളൊന്ന് പോവാണോ? ഗംഗാധരൻ ചോദിക്കുന്നു, പോവണ്ടേ, വീട് അടച്ചിട്ടിട്ട് പോന്നതാ. അങ്ങനെ ഗംഗാധരനും മാലതിയും അകത്തേക്ക് പോവുകയാണ്. പിന്നാലെ കൃഷ്ണയും പോകുന്നു. തുടർന്ന് ആലോചിച്ച് കിടക്കുകയാണ് മുത്തശ്ശി. അരികിലേക്ക് വരികയാണ് ഗംഗാധരനും മാലതിയും. മുത്തശ്ശി അവരെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നു, അമ്മ എന്തോ വലിയ ചിന്തയിലായിരുന്നല്ലോ അല്ലേ? എന്താ ഇത്ര ആലോചിച്ചു കൂട്ടാൻ? മുത്തശ്ശി പറയുന്നു, രാപകലില്ലാതെ ഒരേ കിടപ്പല്ലേ, എന്തെങ്കിലുമൊക്കെ ആലോചിക്കും, മിക്കവാറും പഴയ കാര്യങ്ങളൊക്കെയാ. ഇത് കേട്ട് അവിടേക്ക് ഇരുന്ന് ഗംഗാധരൻ ചോദിക്കുന്നു, അമ്മയ്ക്ക് ടെൻഷനൊന്നും ഇല്ലല്ലോ? മുത്തശ്ശി പറയുകയാണ്, പുറമേ നിന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ സുഖമായിട്ട് കിടക്കുക. ആഹാരം കിട്ടുന്നില്ലേ? ഉണ്ട്. മരുന്നില്ലേ? ഉണ്ട്. നോക്കാൻ ആളില്ലേ? അതുമുണ്ട്. എല്ലാം ഉണ്ട്. ഗംഗാധരൻ ചോദിക്കുന്നു, പിന്നെന്താ പ്രശ്നം? സന്തോഷമല്ലേ? മുത്തശ്ശി പറയുന്നു, സന്തോഷമാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ സന്തോഷിക്കാം, പക്ഷേ വെറുതെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോൾ സങ്കടം വരുവാ, കരയാനാ തോന്നുന്നത്. എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ മേല, കണ്ണിൽ കൂടെ വെള്ളം വരും. ഗംഗാധരൻ പറയുന്നു, അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് പറ. മുത്തശ്ശി പറയുന്നു, മക്കൾ ഉണ്ടായപ്പോഴും അവരെ വളർത്തിയപ്പോഴും ഞാൻ ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചത്, അവരൊക്കെ എപ്പോഴും കൂടെ കാണുമെന്നാ. ഇതിപ്പം എന്റെ ആൺമക്കള് 3 പേരും 3 രാജ്യത്താ, കാണാൻ പോലും കിട്ടുന്നില്ല. അവസാനം വൈജയുടെ കൂടെ പോരേണ്ടി വന്നില്ലേ? ഇതാണോ എന്റെ വീട്, എന്റെ തറവാട്? ഗംഗാധരൻ പറയുന്നു, അമ്മയ്ക്ക് കൊല്ലപ്പള്ളിയിൽ പോയി താമസിക്കാമല്ലോ. മുത്തശ്ശി പറയുന്നു, ബെസ്റ്റ്, അങ്ങോട്ട് ചെന്നേച്ചാലും മതി, എന്നെ കാണുമ്പോൾ കാലിതുള്ളും പൂതനയ്ക്ക്. ഗംഗാധരൻ പറയുന്നു, ഇപ്പൊ അമ്മയുടെ വിഷമം എന്താണെന്ന് പറ. മുത്തശ്ശി പറയുന്നു, വൈജയ്ക്ക് പെങ്കൊച്ചിനെ കണ്ടുകൂടാ. നിങ്ങൾ പറ, നിങ്ങൾ കണ്ടതല്ലേ, അവള് സ്വന്തം വീട് പോലെയാ ഈ വീട് നോക്കുന്നത്, നല്ല സ്വഭാവമാ, എനിക്കൊരാശ്രയം അവള് മാത്രമേ ഉള്ളൂ. 10 ഹോം നഴ്സിനെ നിർത്തിയാലും അവളുടെ അത്രയും ഒക്കത്തില്ല. മാലതി പറയുന്നു, അമ്മ പറയുന്നത് ശരിയാ, പക്ഷേ വൈജയ്ക്ക് ഇഷ്ടമല്ലല്ലോ. ഞങ്ങൾ അലീനയോട് സംസാരിച്ചു, അവൾക്ക് ഇവിടുന്ന് പോയാ മതിയെന്നാ. മുത്തശ്ശി ചോദിക്കുന്നു, അതെന്തുകൊണ്ടാ? വൈജയുടെ സ്വഭാവം കാരണമാ. വയസ്സുകാലത്ത് എന്റെ മകള് തന്നെ എനിക്ക് പാരയായിട്ട് നിൽക്കുക. മാലതി ചോദിക്കുന്നു, ഈ അലീന എന്നുള്ള പേര് അമ്മ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? പണ്ട്. മുത്തശ്ശി ചോദിക്കുന്നു, പണ്ടെന്ന് വെച്ചാൽ? മാലതി പറയുകയാണ്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ്. മുത്തശ്ശി പറയുന്നു, ഇല്ല, എന്നാ ചോദിച്ചത്? മാലതി ചോദിക്കുന്നു, അച്ഛനെങ്ങാനും പണ്ട് ഇങ്ങനെയൊരു പേര് പറഞ്ഞതായി ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? മുത്തശ്ശി പറയുന്നു, ഇല്ല. എന്നാ? പുഞ്ചിരിച്ച മാലതി പറയുന്നു, വെറുതെ ചോദിച്ചതാ. സംശയത്തോടുകൂടി അവരെ ഒന്ന് നോക്കിയിട്ട് മുത്തശ്ശി പറയുകയാണ്, വെറുതെ അല്ലല്ലോ. ഗംഗാധരൻ പറയുന്നു, ഇവള് വെറുതെ അമ്മയുടെ വിഷമം മാറ്റാൻ വേണ്ടിട്ട് പറയുന്നതാ. ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകും, യാത്ര പറയാൻ വേണ്ടിട്ട് വന്നതാ. മുത്തശ്ശി ചോദിക്കുന്നു, ഇന്ന് പോവാണോ? അപ്പോൾ ഗംഗാധരൻ പറയുന്നു, ദിവസം എത്രയായി വന്നിട്ട്, വീട് അടച്ചിട്ടിട്ട് പോകുന്നതാ. മുത്തശ്ശി ചോദിക്കുന്നു, ഓടി ചെന്നിട്ട് എന്തിനാടാ? അവിടെ ആരാ ഇരിക്കുന്നത്? ഗംഗാധരൻ പറയുന്നു, അമ്മ പറഞ്ഞതുപോലെ ഒരു വിഷമത്തിലാ ഞങ്ങളും. മക്കളുണ്ടായി, വളർത്തി, ഒരുത്തൻ വിദേശത്ത്, മോളാണെങ്കിൽ ഡൽഹിയില്, കാണാൻ പോലും കിട്ടുന്നില്ല. ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ? അങ്ങനെയുള്ളൊരു കാലത്താ നമ്മൾ ജീവിക്കുന്നത്. മുത്തശ്ശി പറയുന്നു, ഇന്ന് പോകണ്ടടാ മോനെ, നാളെ പോകാം. പുഞ്ചിരിച്ച മാലതി പറയുന്നു, ഒരു മോൻ. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അമ്മമാർക്ക് എപ്പോഴും അങ്ങനെയാ. എടാ, നീ ആ വൈജിയോട് കാര്യമായിട്ടൊന്ന് പറയണം, ആ പെങ്കൊച്ച് ഇവിടെ നിന്നോട്ടെ, അവളില്ലെങ്കിൽ ഞാൻ ഈ കിടപ്പിന്ന് എഴുന്നേക്കത്തില്ലടാ, പറയാമെന്ന് ഗംഗാധരൻ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, അവളെ കൊണ്ട് ഒരു ശല്യവും ഇല്ല. ഗംഗാധരൻ പറയുന്നു, പറയാമേ, നിർബന്ധമായിട്ടും തന്നെ പറയാം. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, നീ പറഞ്ഞാൽ അവള് കേൾക്കും, നിന്നെ പേടിയാ? ഗംഗാധരൻ പറയുന്നു, പേടിയൊന്നുമില്ല, ഒരു ബഹുമാനവും അനുസരണയും ഉണ്ടായിരുന്നു. ഇപ്പൊ അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരോടും കലഹിക്കാൻ നിൽക്കുന്നത് പോലെയാ. മുത്തശ്ശി പറയുന്നു, ബാലനെ ഇനി അലട്ടരുതെന്ന് അവളോട് പറയണം. ഗംഗാധരൻ പറയുന്നു, എല്ലാം പറയാമേ. അങ്ങനെ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുകയാണ് ഗംഗാധരൻ. പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ് അലീന. ഇത് കണ്ടുകൊണ്ട് അരികിലേക്ക് വരികയാണ് ഗംഗാധരനും മാലതിയും. അലീന പറയുന്നു, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് എന്ന് മാലതി പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നു, ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവാ, എല്ലാവരോടും യാത്ര പറയാൻ വേണ്ടി വന്നതാ, അമ്മയെ കണ്ട് പറഞ്ഞു കഴിഞ്ഞു. അലീന പറയുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം, ഞാൻ ഇപ്പൊ തന്നെ എടുക്കാം. മാലതി പറയുന്നു, വേണ്ട, ഞങ്ങൾ കൊല്ലപ്പള്ളിയിൽ നിന്ന് ചെറിയ തോതിൽ കഴിച്ചിട്ടാ ഇറങ്ങിയത്. ഗംഗാധരൻ ചോദിക്കുന്നു, ഇവിടെ ബാലചന്ദ്രന്റെ കാര്യങ്ങൾ നിനക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അലീന പറയുന്നു, ടെൻഷനാ, ചിലപ്പോ സാറ് ദേഷ്യത്തിലായിരിക്കും, നല്ല മൂഡാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പറയും. വൈജിയോട് എങ്ങനെയാണെന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ അലീന പറയുകയാണ്, മാഡത്തിന്റെ ശബ്ദം പോലും കേൾക്കാൻ വയ്യ, ഭയങ്കര ദേഷ്യം. മാലതി ചോദിക്കുന്നു, വൈജിയുടെ പ്രതികരണം എന്താ? അലീന പറയുന്നു, കടിച്ചമർത്തി നടക്കുക, എപ്പോഴാ പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയാൻ വയ്യ, ഒരു ബോംബ് ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നും. ഗംഗാധരൻ പറയുന്നു, രോഹിത്, ബബിത, കൃഷ്ണജ, അവരുടെ റിയാക്ഷൻസ് എന്താ? അലീന പറയുന്നു, സാറ് ഗസ്റ്റ് റൂമിലേക്ക് താമസം മാറ്റിയത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, മാഡത്തിനോട് സാറ് പിണങ്ങി കാണാതെയും മിണ്ടാതെയും ഇരിക്കുന്നത്
ചെയ്യുന്നത് ശരിയല്ലെന്ന എല്ലാവരുടെയും അഭിപ്രായം. ഗംഗാധരൻ ചോദിക്കുന്നു, നിനക്കെന്താ തോന്നുന്നത്? അലീന പറയുന്നു, സാറ് ബെഡ്റൂം വേറെ ആക്കിയത് ശരിയല്ല. മാഡത്തിനെ ഇതുപോലെ അകറ്റി നിർത്തുന്നത് തീരെ ശരിയായില്ല. മാഡം അതിന്റെ പേരിൽ ഈ വീട്ടിനുള്ളിൽ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതും ശരിയല്ല. ഇതൊക്കെ എന്റെ തോന്നലുകളാ, എനിക്കും തെറ്റുപറ്റാലോ. ഗംഗാധരൻ ചോദിക്കുന്നു, വൈജ നിന്നോട് എങ്ങനെയാ? അലീന പറയുന്നു, എന്നെ കാണുമ്പോൾ കലി കയറും, പക്ഷെ നേരിട്ടൊന്നും പറയാൻ വയ്യ. എന്നാലും പിറുപിറുക്കും. എന്നെ തല്ലിക്കൊന്ന് കിണറ്റിലിടാനുള്ള ദേഷ്യമുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ നടക്കുക. ഗംഗാധരൻ പറയുന്നു, ബാലചന്ദ്രനോടും വൈജയോടും ഞങ്ങൾ ഒന്നുകൂടി സംസാരിക്കാം, അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. അലീന പറയുന്നു, മാഡം അല്ലേ ഇത്രയും കാലം ഈ കുടുംബം കൺട്രോൾ ചെയ്തോണ്ടിരുന്നത്? ഇപ്പൊ പെട്ടെന്ന് എല്ലാം കയ്യിന്ന് പോയതുപോലെയായി. ശരിക്കും പറഞ്ഞാൽ നീറി പുകഞ്ഞോണ്ടിരിക്കുക. മാലതി പറയുന്നു, വൈജി എത്രയൊക്കെ കലഹം ഉണ്ടാക്കിയാലും നീ പൊക്കിളയരുത്. ഇവിടെയുള്ളവരെ നയിച്ചുകൊണ്ട് പോകാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? കുറച്ചു കഴിയുമ്പോൾ എല്ലാം കെട്ടടങ്ങിക്കോളും. അലീന പറയുന്നു, മാഡത്തിന് എന്നോടുള്ള ശത്രുത ഒരിക്കലും തീരാൻ പോകുന്നില്ല. മാലതി ചോദിക്കുന്നു, നിനക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഗംഗാധരൻ പറയുകയാണ്, ഞങ്ങള് വൈജയെ കണ്ട് സംസാരിക്കട്ടെ, കുറച്ചൊന്ന് മയപ്പെടുത്താൻ പറ്റിയേക്കും, നോക്കാം. ഇത് കേട്ട് മുളി അലീന അടുക്കളയിലേക്ക് പോവുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന വൈജ ചോദിക്കുന്നു, ആഹാ, എപ്പോ വന്ന് ഗംഗേട്ടാ? കുറെ നേരമായോ? ഗംഗാധരൻ പറയുന്നു, അരമണിക്കൂർ. നീ കുളിക്കുകയാണെന്ന് കൃഷ്ണമോള് പറഞ്ഞു. സാരിയൊക്കെ എടുത്ത് ഒരുങ്ങി എങ്ങോട്ടാ? ബാങ്കിൽ പോണമെന്ന് വൈജ പറയുമ്പോൾ ഗംഗാധരൻ പറയുകയാണ്, ഓ, സമയമായി വരുന്നു അല്ലേ? ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുക. നിന്നോട് യാത്ര പറയാൻ വന്നതാ. വൈജ ചോദിക്കുന്നു, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ബാലചന്ദ്രൻ എന്നെ ഡിവോഴ്സ് ചെയ്തു. ഇത് കേട്ട് ഗംഗാധരൻ പറയുകയാണ്, വൈജെ, ആവശ്യമില്ലാത്ത വാക്കുകൾ പറയരുത്. അയാളൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി മുകളിലേക്ക് മാറി താമസിച്ചു, അത്രയല്ലേ ഉള്ളൂ. വൈജ ചോദിക്കുന്നു, ഗംഗേട്ടൻ ബാലചന്ദ്രനോട് സംസാരിച്ചു? അപ്പോൾ ഗംഗാധരൻ പറയുകയാണ്, ഇല്ല, സംസാരിക്കണം. വൈജ ചോദിക്കുന്നു, പിന്നെ എങ്ങനെ അറിഞ്ഞു? ഗംഗാധരൻ പറയുകയാണ്, മനു പറഞ്ഞു. വൈജ പറയുകയാണ്, ദിവസം 150 തവണ വിളിക്കും അവളെ മുകളിലോട്ട്. 1 മണിക്കൂർ തികച്ചു കാണാതിരിക്കാൻ വയ്യ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി മാലതി പറയുന്നു, വൈജെ, വെറുതെ എക്സാജുറേറ്റ് ചെയ്ത് സത്യത്തെ വളച്ചൊടിക്കരുത്. വൈജ പറയുന്നു, ഒരു എക്സാജുറേഷനും ഇല്ല. ഇന്നലെ ഏതോ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു വരുത്തി റൂമിൽ ഒരു കോളിംഗ് ബെല്ല് സെറ്റ് ചെയ്തു. അവളെ കാണുമെന്ന് തോന്നുമ്പോൾ ആ സ്വിച്ചിലോട്ട് വിരലൊന്ന് കുത്തിയാ മതി. ബെൽ സൗണ്ട് കേട്ടെ അവള് താഴേന്ന് ഓടിക്കയറി ചെല്ലും. ഗംഗാധരൻ പറയുന്നു, അങ്ങനെ ഒരു കോളിംഗ് ബെൽ ഉള്ളത് നല്ലതല്ലേ? വൈജ ചോദിക്കുന്നു, ആർക്ക് നല്ലത്? എനിക്കതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ഞാനിത് നിർത്തിക്കും. അടിച്ചവളുടെ കാരണം മുഖച്ച് ഞാൻ ഇവിടെ ഓടിക്കും. ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് ഇറങ്ങി നിൽക്കുക. ഇത് കേട്ട് വിഷമത്തോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് ഗംഗാധരനും മാലതിയും. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ഗംഗാധരനോടും മാലതിയോടും വൈജ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുകയാണ് ബാലചന്ദ്രൻ. ഇത് കേട്ട് അലീന മുകളിലേക്ക് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. ദേഷ്യത്തോടുകൂടി പിന്നാലെ പോകുകയാണ് വൈജ. ഗംഗാധരനും മാലതിയും വൈജയെ തടയാൻ ശ്രമിക്കുന്നുവെങ്കിലും അത് കേൾക്കാതെ ബാലചന്ദ്രന്റെ റൂമിലേക്ക് ചെല്ലുകയാണ് വൈജ. വൈജയെ കണ്ട് ദേഷ്യത്തോടുകൂടി ഇരിക്കുകയാണ് ബാലൻ. വൈജ ചോദിക്കുന്നു, അലീനയുടെ സഹായം കൊണ്ടാണോ നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത്? അപ്പോൾ ബാലൻ പറയുന്നു, എന്തായാലും നിന്റെ സഹായം കൊണ്ടല്ല. വൈജ ചോദിക്കുകയാണ്, ഞാൻ ആരാ? ഞാൻ ഈ വീട്ടിൽ നിൽക്കണ്ടേ? എന്റെ സ്ഥാനം എന്നതാ ഇവിടെ? ബാലൻ പറയുന്നു, നീ ആരാണെന്നും അലീന ആരാണെന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ ഞാൻ ആരാണെന്നും എനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ വളരെ ദേഷ്യത്തോടുകൂടി കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്ത് വലിച്ചെറിയുകയാണ് ബാലൻ. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വൈജയും അലീനയും. ബഹളം കേട്ട് അവിടെ കൂടി വന്ന ബബിത വൈജയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ചോദിക്കുന്നു, അമ്മ ആര് പറഞ്ഞാലും കേൾക്കത്തില്ലേ? ഇങ്ങോട്ടിറങ്ങി. അങ്ങനെ വൈജയെ പിടിച്ചു വലിച്ച് റൂമിന് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ബബിത. കൈ തട്ടിമാറ്റി ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് വൈജ. ഈ സമയം അലീന അവിടേക്ക് വരികയാണ്. ബാലചന്ദ്രന്റെ മുന്നിൽ വെച്ച് അലീനയുടെ കരണം പുകച്ചടിക്കുകയാണ് വൈജ. കവിളിൽ കൈവച്ച് അലീന ഞെട്ടി വൈജയന്തിയെ നോക്കുമ്പോൾ വിരൽ ചൂണ്ടി വൈജ പറയുന്നു, ഇതെങ്കിലും നിനക്ക് തന്നില്ലെങ്കിൽ ഞാനേ വൈജയന്തിയല്ല. ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി ബാലചന്ദ്രൻ അവരുടെ അരികിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ തടഞ്ഞ് കയ്യിൽ പിടിച്ച് അവിടേക്ക് ഇരുത്തുകയാണ് കൃഷ്ണ. ബാലൻ പറയുന്നു, അവൾ എന്റെ ചെകിട് തടിച്ച അടിയാണത്. വൈജ ദേഷ്യത്തോടുകൂടി ബാലനെ നോക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.